സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാരും കട്ടു എന്ന് പറയുന്നുണ്ടല്ലോ സർ. അല്ല, ഇത് ശബരിമലയിൽ തൊട്ടവരൊക്കെ കട്ടു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ കുഞ്ചൻ നമ്പ്യാർ അത്രക്ക് എന്താ പറയേണ്ടത്, ദീർഘദൃഷ്ടിയുള്ള ഒരാളായിരുന്നു. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചൊന്നും നമുക്ക് അതിശയപ്പെടേണ്ടി വരും. എമ്പ്രാൻ അപ്പം കട്ട് ഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണ്. ഇത് ശബരിമലയുടെ കുഴപ്പം തുടങ്ങുന്നത് തന്ത്രിയിൽ നിന്നാണ്. തന്ത്രിയിലും ശാന്തിയിൽ നിന്നുമാണ് ശബരിമലയുടെ കുഴപ്പം തുടങ്ങുന്നത്. ശബരിമലയിലെ മേൽശാന്തിയാകാൻ കൈക്കൂലി കൊടുത്തിരുന്നു എന്നൊരു മുമ്പ് നമ്മൾ ആക്ഷേപം കേട്ടിട്ടുണ്ട്. ഇത് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണിത്. ഈ എമ്പ്രാൻ അപ്പം കട്ട് ഭുജിച്ചിട്ട് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറയുന്ന രീതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും അതുപോലുള്ള എല്ലാവരും ശബരിമലയെ കൊള്ളയടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന് കക്ഷി വ്യത്യാസമില്ല എന്നിപ്പോൾ നമുക്ക് ബോധ്യമായി. കാരണം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് കേട്ടുകേൾവി ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് എന്താ ചെയ്തത്? അങ്ങോട്ട് തന്ത്രിക്ക് എടുത്ത് കൊടുത്ത്. അതിന് രേഖ വല്ലതുകൊണ്ടാണ്? ഒരു രേഖയുമില്ല. ഒരു കൊടിമരം എന്ന് പറയുന്ന സംഗതി അത് ക്ഷേത്രത്തിൻ്റെ സ്വത്താണല്ലോ. ഇത് മാറ്റാൻ തീരുമാനിക്കുന്നതും വിചിത്രമായ വാദഗതിയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ അവർക്കൊരബദ്ധം പറ്റിയത് ഇത് മരമാണ്, അതുകൊണ്ട് ചതലരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മരമായിരുന്നില്ല, അത് കോൺക്രീറ്റ് ആയിരുന്നു. കോൺക്രീറ്റ് ചതലരിക്കില്ലല്ലോ. അപ്പോൾ അതിന് പറഞ്ഞ വാദം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കമ്പികളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാണ്. അതെങ്ങനെ കണ്ടു എന്നൊരു ചോദ്യമുണ്ട്. ആരും കണ്ടിട്ടില്ല. ഇതിൽ വേറൊരു വിഭാഗവും കൂടി ഇതിൻ്റെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ വരുന്നുണ്ട്. അത് ഈ തന്ത്രിയും നിശ്ചയിച്ച രീതിയിൽ, ആവശ്യപ്പെട്ട രീതിയിൽ ദേവപ്രശ്നത്തിൽ കണ്ടെത്തലുകൾ നടത്തിയ ദേവപ്രശ്നക്കാരും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അവരും പറഞ്ഞ് ഇതിന് കൊടിമരത്തിന് ഇതുണ്ടെന്ന്, കുഴപ്പമുണ്ട്, അത് നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇനി വേറൊരു ചോദ്യം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുണ്ട്. ഈ കൊടിമരം മാറ്റുന്ന പ്രക്രിയ അനുസരിച്ചിട്ട് കൊടിമരത്തിൽ ചൈതന്യമുണ്ട്, ദേവചൈതന്യം. ആ കൊടിമരത്തിൽ ആവാഹിച്ച് ഉറപ്പിച്ചിട്ടാണ് കൊടിമരമായിട്ട് നിൽക്കുന്നത്. ആ ചൈതന്യം മാറ്റിക്കഴിഞ്ഞാൽ ഇത് ശവമാണ്, ശവശരീരമാണ്. ആ ശവശരീരമായതുകൊണ്ടാണ് ഇതിനെ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഒരു ശവശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ സംസ്കരിക്കാതെ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു ഭാഗം സംസ്കരിക്കാതെ എവിടെയെങ്കിലും ശവശരീരത്തിൻ്റെ സൂക്ഷിച്ചു വെക്കുന്ന അശ്രീകരമാണ്. അത് തീർച്ചയായിട്ടും ആ വെക്കുന്ന സ്ഥലത്ത് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം. എന്ത് മാത്രമല്ല, ഇതിൻ്റെ ഇതുപോലും ഈ ചാരം പോലും നമ്മൾ വീട്ടിൽ കയറ്റാറില്ലല്ലോ, വെളിയിലാണ്, അസ്ഥിത്തറയിലാണ് വെക്കുക. ഈ അസ്ഥിത്തറ എന്ന് പറഞ്ഞാൽ അസ്ഥി കുഴിച്ചിട്ടിരിക്കുന്ന തറയല്ല. ഇത് നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ടി, കൊണ്ടുപോകുന്നതിന് വേണ്ടി അസ്ഥി സൂക്ഷിക്കുന്ന തറയുടെ പേരാണ് അസ്ഥിത്തറ എന്ന്. സ്ഥിരമായിട്ട് എല്ലാവരും മരിക്കാൻ ഇടയുള്ളതുകൊണ്ട് മിക്കവാറും ചില വീടുകളിലൊക്കെ സ്ഥിരമായിട്ടൊരു അസ്ഥിത്തറയും ഉണ്ടാക്കും. അവിടെ വിളക്ക് വെക്കുന്ന രീതിയുമുണ്ട്. അതല്ലാതെ അത് ഒരു കാരണവശാലും ഇതൊന്നും വീട്ടിനകത്തേക്ക് സൂക്ഷിക്കില്ല. അപ്പോൾ ഇവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടിമരം മൊത്തം ചൈതന്യം, അവശേഷിക്കുന്ന ചൈതന്യം കൂടി ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ഇതിനെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അതിനെ സംസ്കരിക്കണം, നശിപ്പിക്കലല്ല, സംസ്കരിക്കണം. അങ്ങനെ സംസ്കരിക്കുന്ന രീതിക്ക് പകരം പറയുന്ന ഏറ്റവും മുകളിലുള്ള സാധനം, അതും പിന്നെ സ്വർണത്തിൻ്റെ പറകളും സംസ്കരിക്കേണ്ടതില്ല എന്ന് ആര് തീരുമാനിച്ചു? ഇവർ തീരുമാനിക്കുകയാണ്. അതിനാര് കൂട്ടുനിന്നു? തന്ത്രി കൂട്ടുനിൽക്കുകയാണ്. ആരുടെ സമ്മതത്തോടു കൂടി? മേൽശാന്തിയുടെ സമ്മതത്തോടു കൂടി. അപ്പോൾ ഇതിൻ്റെ റിച്വലിസ്റ്റിക് സൈഡ് ഇവർ മുഴുവനും സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല എന്ന്.
എന്നിട്ട് ഈ തന്ത്രി ഇത് ഇറക്കി ഇങ്ങോട്ട് വരുന്ന സമയത്ത്, പൊളിച്ചു വരുന്ന സമയത്ത് അവിടെ വെച്ച് ഈ സാധനം തന്ത്രിക്ക് കൈമാറുകയാണ്. ഒന്ന്, ഇത് കൈമാറാനായിട്ടുള്ള അധികാരം ആർക്കില്ല? ദേവസ്വം ബോർഡിനില്ല. കാരണം എന്താണ്? കാരണം ഇത് മുഴുവനും ദേവൻ്റെ സ്വത്താണ്. ദേവൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനല്ലാതെ അത് അന്യാധീനപ്പെടുത്താനുള്ള അധികാരം ആർക്കുമില്ല. ദേവൻ്റെ സ്വത്തിൽ ഒരു കാരായ്മ ചെയ്യാൻ വരുന്നവരാണ് ഇവരെല്ലാവരും. ദേവസ്വം ബോർഡ് തുടങ്ങി തന്ത്രി വരെയുള്ളവർ ദേവൻ്റെ സ്വത്തിലെ കാരായ്മക്കാരാണ്. അതെല്ലാം ഓരോ സ്റ്റേജിൽ നിന്ന് നടപ്പിലാക്കുന്നവരാണ്. അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഉടമസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ആരാണോ നിർമ്മിച്ചത് അവരാണ് ഉടമസ്ഥർ. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാതാക്കളായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിലവിലുള്ള വിശ്വാസവും ചരിത്രവും അനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ അത് ഇത് ലയിച്ച സമയത്ത് കവനൻ്റ് അനുസരിച്ചിട്ട് ഇതിൻ്റെ അധികാരം ദേവസ്വം ബോർഡിന് കൊടുത്തേക്കാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ഇടക്കിടക്ക് വരുന്ന ഇതിൻ്റെ പരിപാലകരും സംരക്ഷകരുമാണ്. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ദേവൻ്റെ സ്വത്താണ്. അതെടുത്ത് നമുക്ക് കൊടുക്കാൻ അധികാരമില്ല. ഇത് സംസ്കരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ സംസ്കരിച്ചതിന് ശേഷം ലോഹക്കട്ടിയാക്കുകയും ആ ലോഹക്കട്ടി ഗുരുവിന് കൊടുക്കാം എന്നൊരു വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാകാനാണ് ഇട. ഏതെങ്കിലും ആർത്തിക്കാരനായ ഒരുവൻ കൂട്ടിച്ചേർത്തതായിരിക്കും. കാരണം സാധാരണഗതിയിൽ ഇതിൻ്റെ ആരും ഒന്നും അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവില്ല. പക്ഷേ ഇവിടെ അത് എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൊടുക്കുകയാണ്. ഇവരെന്തിനു കൊടുത്തു? ആരോട് ചോദിച്ചുകൊണ്ട് കൊടുത്തു? കൊടുത്തതിന് രേഖയുമില്ല. പിന്നെ അപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. ബാക്കി അഷ്ടദിക്പാലകരെവിടെ പോയി? 21 ആലിലകളെവിടെ പോയി? ഉപദൈവങ്ങളുണ്ടായിരുന്ന അവരെവിടെ പോയി? ഇതിൻ്റെ അടിത്തറ ഉണ്ടായിരുന്ന അടിത്തറ എവിടെ പോയി? എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. പറകളുണ്ടായിരുന്നു, അതെവിടെ പോയി? അപ്പോൾ ഇതെല്ലാം ഇവരെടുത്ത് വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതൊന്നും അവിടെ ഇല്ലാതെ ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട സ്ട്രോങ് റൂം ഉണ്ടല്ലോ, ആ സ്ട്രോങ് റൂമിൽ സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല എന്നാണ് പറയണം. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്റ്റോക്ക് രജിസ്റ്റർ വേണ്ടേ? അതെ. പിന്നെ അധികാരമില്ലാത്തവൻ ദാനം ചെയ്തിരിക്കുന്നതാണ് ഈ ക്രിയ. ഈ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനും മെമ്പർമാർക്കും അന്നത്തെ പ്രസിഡൻറ്റിനും മെമ്പർമാർക്കും ദേവൻ്റെ സ്വത്ത് വേറൊരാൾക്ക് ദാനം ചെയ്യാൻ അവകാശമില്ല, അധികാരമില്ല. അങ്ങനെ അധികാരമില്ലാത്തവർ അനർഹന് ദാനം ചെയ്തിരിക്കുന്നു. ആ ദാനം അനർഹൻ സ്വീകരിക്കാനും പാടില്ല. വെറുതെ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സ്വീകരിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ അർഹിക്കുന്നുണ്ടെങ്കിലല്ലേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ജഡമായി തീർന്ന കൊടിമരത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിൽക്കുന്ന ഈ കാര്യം തനിക്ക് സ്വീകരിക്കാമെന്നും അത് തൻ്റെ സ്വന്തമാക്കി വെക്കാമെന്നും തന്ത്രി എങ്ങനെ കണ്ടെത്തി? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി? അപ്പോൾ ഇപ്പോഴെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന LDF UDF വൃന്ദം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിനെ കട്ടിരിക്കുന്നത്. സ്വർണം കട്ടത് ആരപ്പ? അയ്യോ അപ്പ ഇന്ത്യ സഖ്യം എന്ന് പറയേണ്ട അവസ്ഥയിലായി. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു എഫേർട്ടായിട്ടാണ് ഇത് വരുന്നത്. ഇന്ത്യ സഖ്യം ഇതിനെ എടുത്തിരിക്കുകയാണ്. ആ ഇന്ത്യ സഖ്യം ഇതിനെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവരും പ്രതിയാണ്. അപ്പോൾ സതീശൻ പറഞ്ഞ 50 കൊല്ലമല്ല സതീശ. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പോഴും പറയുന്നു, പോറ്റി വരുന്ന കാലത്തുള്ള ദേവസ്വം വകുപ്പ് മന്ത്രി KC വേണുഗോപാലായിരുന്നു. KC വേണുഗോപാല് അതുകൊണ്ട് പോറ്റിയെ കൊണ്ടുവന്ന് വെച്ച് KC വേണുഗോപാൽ അഴിമതി നടത്തിയെന്ന് പറയാൻ ഇതുവരെ നമുക്ക് തെളിവൊന്നുമില്ല. പക്ഷേ പോറ്റി വന്ന കാലത്ത് KC വേണുഗോപാലായിരുന്നു മന്ത്രി.
അപ്പോൾ പോറ്റിയും മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം നമ്മൾ ചകഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തി നിൽക്കുന്നത് കോൺഗ്രസ് മന്ത്രിയായ KC വേണുഗോപാലിലാണ്. പിന്നീട് വന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള മന്ത്രിയാണ് ശിവകുമാറാണ് വന്നത്. ശിവകുമാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും ദേവസ്വത്തിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ദേവസ്വത്തിൻ്റെ സെക്രട്ടറിയോ മറ്റോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരെയാണ് ഈ സംഭവം. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു കാര്യം. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യാതെ ഇപ്പോൾ പറ്റില്ലല്ലോ. എന്തു ചെയ്യാൻ പറ്റും? ഇനി ഇതിന് ഏതോ ഒരു കുറിപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണം. അതുകൂടാതെ വേറൊരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട്. ഇതിനിവർ സ്പോൺസറെ കണ്ടെത്തി. സ്പോൺസറെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല. സ്പോൺസർ ആര് കൊണ്ടുവന്ന്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്പോൺസറെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതും പതിവനുസരിച്ചിട്ട് ആരായിരിക്കും? തന്ത്രിയായിരിക്കും. അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുവന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് തന്ത്രിയുടെ ഒക്കെ അടക്കമുള്ള PR വർക്ക് നടത്തിക്കൊണ്ട് ഇതിനെ കൊണ്ടുവരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊണ്ടുവന്നേക്കണം. ഒരു മൃതശരീരത്തിൻ്റെ അവശിഷ്ടം തൻ്റെ വീട്ടിൽ സൂക്ഷിക്കാമെന്ന് സാമാന്യഗതിയിലൊരു തന്ത്രി തീരുമാനിക്കില്ല. ആ DTയിൽ, ആ ദേവനിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനൊരു തീരുമാനത്തിലൊരു തന്ത്രി എത്തിച്ചേരില്ല. മാത്രവുമല്ല, ഈ മൃതശരീരത്തിൻ്റെ ഭാഗം വീട്ടിൽ സൂക്ഷിച്ചിരുന്നിടത്തോളം കാലം അയാൾക്ക് കൊലപാതകമുള്ളതാണ്. അതെ. അപ്പോൾ ക്ഷേത്രത്തിൽ പോലും കയറാൻ പറ്റില്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രദേശത്ത് വരാൻ പറ്റില്ല. പക്ഷേ നിർബാധം കയറിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ തന്ത്രി എന്തിനാണ് എല്ലാ ദിവസവും അവിടെ പോയിട്ടിരിക്കണമെന്ന് എനിക്കതും മനസ്സിലാവുന്നില്ല. അത് പുറപ്പെടാ ശാന്തി ഇരുന്നാൽ പോരെ? അതെ, പുറപ്പെടാ ശാന്തിയാണ് ശബരിമലയിൽ എല്ലാ ദിവസവും അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാതെ അവിടെ ഇരിക്കുന്ന ഒരാൾ പുറപ്പെടാ ശാന്തിയാണ്. തന്ത്രിക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ അടുത്തൊക്കെ ക്ഷേത്രങ്ങളുള്ളതല്ലേ, ആ ക്ഷേത്രങ്ങളിലെല്ലാം തന്ത്രിമാർ ഇവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇരിക്കണം? ഇല്ല, മേൽശാന്തിയാണ്. മേൽശാന്തിയാണ്, അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മേൽശാന്തി പോലും ഇടയ്ക്ക് പുറത്തു പോകാറുണ്ട്. പക്ഷേ ശബരിമല തന്ത്രി ആ ക്ഷേത്രം വിട്ട് എങ്ങും പുറത്തു പോകില്ല. എന്തിന്? ശബരിമല തന്ത്രി നെയ്ക്കച്ചവടം നടത്തുന്നു. ശബരിമല തന്ത്രി എന്താ പറയേണ്ടത്, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് പണം വാങ്ങിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ഇതൊക്കെ എന്തൊരു പരിപാടി ഇത്? അതിൻ്റെ എല്ലാം കുഴപ്പമാണ്. ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം, ഈ കൊടിമരം പണിയാൻ വേണ്ടിയിട്ട് വേറെ പിരിവ് നടത്തിയെന്നും കൂടിയാണ്. ഈ 3,20,000 രൂപക്കാണ് കൊടിമരം പണിയാൻ തീരുമാനിച്ചത്. അതാണ് അംഗീകരിച്ചിരിക്കുന്നത്. അത് ഈ സ്പോൺസറെ എങ്ങനെ കണ്ടെത്തിയെന്ന് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല എങ്ങനെയാണ് സ്പോൺസറെ കണ്ടെത്തിയെന്ന്. കാരണം ശബരിമലയുടെ ഇതൊരു പൊതു സ്ഥാപനവും കൂടിയാണല്ലോ. അപ്പോൾ അതിനൊരു പരസ്യപ്പെടുത്തിയിട്ട് ആളുകളുടെ ഇൻട്രസ്റ്റൊക്കെ ക്ഷണിച്ചിട്ട് വേണ്ടേ ഇത് ചെയ്യാൻ. അതൊന്നും അല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അറസ്റ്റുകൾ നീളും, ഒരുപാട് പേര് ഇതിനകത്ത് വരും. എല്ലാവരും താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കേണ്ടി വരും. എന്തായാലും അയ്യപ്പനെ തൊട്ടവനൊക്കെ പെടും എന്നുള്ളത് കൂടി ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.